ഇതിന്റെ റൈറ്റ് സൈഡിൽ നിങ്ങൾ കാണുന്നതാണ് ക്ലബ് ഹൗസ്. ക്ലബ് ഹൗസിന്റെ ഫീച്ചർ ആക്ച്വലി ക്ലബ് ഹൗസ് 4-story ബിൽഡിംഗ് ആണ് ക്ലബ് ഹൗസ്. ടോട്ടൽ 55,000 സ്ക്വയർ ഫീറ്റിലാണ് വരുന്നത്. അതിൽ 22,000 സ്ക്വയർ ഫീറ്റ് കൊമേഴ്ഷ്യൽ സ്പേസും 33,000 സ്ക്വയർ ഫീറ്റ് അമ്യൂണിറ്റി സ്പേസും ക്ലബ് ഹൗസും ആണ് വരുന്നത്. സോ ഇതിന് താഴത്തെ ഗ്രൗണ്ട് ഫ്ലോർ അതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോർ ഇത് രണ്ടും കൊമേഴ്ഷ്യൽ സ്പേസ് ആണ്. 22,000 സ്ക്വയർ ഫീറ്റ് ആണ് കൊമേഴ്ഷ്യൽ സ്പേസ് ഉള്ളത്. ആൻഡ് സെക്കൻഡ് ഫ്ലോർ, തേർഡ് ഫ്ലോർ, ഫോർത്ത് ഫ്ലോർ ഇതെല്ലാം അമ്യൂണിറ്റീസ് ആണ് വരുന്നത്. ഇവിടുത്തെ റെസിഡൻസിന് മാത്രം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള അമ്യൂണിറ്റീസ് ആണ്. സെക്കൻഡ് ഫ്ലോറിൽ സ്യൂട്ട് റൂംസ് ആണ്. ഓക്കെ, 4 സ്യൂട്ട് റൂംസ് ഇതിൽ വരുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ കസ്റ്റമറിന് ഏതെങ്കിലും ഗസ്റ്റുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എങ്കിൽ അവർക്ക് പുറത്ത് റൂം എടുക്കാതെ തന്നെ അവർക്ക് ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ആൻഡ് തേർഡ് ഫ്ലോറിൽ വരുന്നത് കംപ്ലീറ്റ്ലി അമ്യൂണിറ്റീസ് ആണ്. അമ്യൂണിറ്റീസിൽ ചില അമ്യൂണിറ്റീസ് മാത്രം ഞാൻ പറയാം. അമ്യൂണിറ്റീസിൽ മെയിൻ ആയിട്ട് ബാഡ്മിന്റൺ കോർട്ട് വരുന്നുണ്ട്, ഇൻഡോർ ബാഡ്മിന്റൺ കോർട്ട് വരുന്നുണ്ട്, ഒരു കോൺഫറൻസ് ഹാൾ പോലത്തെ ഒരു ഹാൾ വരുന്നുണ്ട്, തിയേറ്റർ വരുന്നുണ്ട്, മൂവി കാണാൻ വേണ്ടിയിട്ടുള്ള ഫാമിലി തിയേറ്റർ അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ അതിനകത്ത് വരുന്നതാണ് ജിമ്മ് വരുന്നുണ്ട് ആൻഡ് കോ വർക്കിംഗ് സ്പേസ് വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. ആൻഡ് ഇതിന്റെ ഏറ്റവും ടോപ്പിലാണ് പൂള് വരുന്നത്. ഒരു മെഗാ പൂള്, കിഡ്സ് പൂള്, അഡൽട്ട് പൂള് സെപ്പറേറ്റ് ചെയ്തുകൊണ്ടുള്ള കോമൺ പൂള് ഇതിനകത്ത് വരുന്നുണ്ട്. സോ ഇത്രയും ഫീച്ചേഴ്സ് ആണ് ക്ലബ് ഹൗസിലുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ക്ലബ് ഹൗസിലേക്ക് വരുന്ന കൊമേഴ്ഷ്യൽ സ്പേസിലേക്ക് വരുന്ന പബ്ലിക് ഉണ്ടാവും. പബ്ലിക്കിനുള്ള എൻട്രൻസ് ഇതുവഴിയാണ്. ഓക്കെ, സോ അതിന്റെ ബേസ്മെന്റിലാണ് അവർക്കുള്ള പാർക്കിങ്ങും കാര്യങ്ങളും അസൈൻ ചെയ്തിട്ടുള്ളത്.